ഈ കണ്ണൂർ സ്കോറിന് ശേഷം വരുന്നൊരു മികച്ച ഇൻവെസ്റ്റിഗേഷൻ ചിത്രം എന്ന നിലയിൽ പ്രേക്ഷകർ ഏത് രീതിയിലായിരിക്കും ഇത് എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക? എന്നോടാണോ? അതെ. കണ്ണൂർ സ്കോഡിന് മുമ്പുണ്ടായിരുന്ന സിനിമകളെ എങ്ങനെയാണോ സ്വീകരിച്ചത് അതുപോലെയും സ്വീകരിക്കാം. കണ്ണൂർ സ്കോഡിന് ശേഷം വരുന്ന സിനിമകൾ എങ്ങനെയാണോ സ്വീകരിക്കാൻ പോകുന്നത് അതുപോലെയും സ്വീകരിക്കാം. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അത് നിങ്ങൾക്ക് എന്താ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം എന്നുള്ളത്. ഓരോ സിനിമയും ഓരോ തരമാണ്. ഇപ്പോൾ കണ്ണൂർ സ്ക്വാഡ് ഡയറക്ട് ചെയ്തിട്ടുള്ള റോബി എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അതിൽ എഴുതിയ റോണിച്ചേട്ടൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ 2018 എന്നുള്ള സിനിമ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ത്രെഡ് അന്നേ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അന്നേ അത് അടിപൊളിയായിരിക്കും എന്ന് റോണിച്ചേട്ടനോട് പറഞ്ഞ ആളാണ് ഞാൻ. പക്ഷെ അതിൻ്റെ കഥയൊക്കെ എനിക്കറിയാമായിരുന്നു. ഇതിൻ്റെ കഥയും എനിക്കറിയാവുന്ന കാരണം കൊണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള, അത് രണ്ടും തമ്മിൽ അങ്ങനെ പാരലൽസ് ഡ്രോ ചെയ്യാൻ പറ്റാത്ത സിനിമകളാണ്. തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിൻ്റെയും അന്വേഷകരുടെയും കഥ അതിലുമുണ്ട് ഇതിലുണ്ട്. പക്ഷെ ഇത് വേറൊരു സിനിമയാണ്. നിങ്ങൾ അതിനെ മറ്റ് സിനിമകളുടെ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെ ബെഞ്ച് മാർക്കുകളൊന്നും അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ ഇതിന് ഈ സിനിമയായിട്ട് ഒന്ന് കണ്ടുപോകും. ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. പറയുന്നത് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ കണ്ടുവരുന്ന നമ്മൾ ഇപ്പൊ സ്ഥിരം കണ്ടുവരുന്ന പാറ്റേൺ ഒരു സിനിമ ഇറങ്ങുവാണ്, അതിനൊരു എന്താ പറയുക, ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോഴേക്കും ഇത് ഏതെങ്കിലും ചിലപ്പോൾ ഒരു ഡയറക്ടർ റൈറ്ററുടെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും. അത് ചിലപ്പോൾ ഏതെങ്കിലും കാലത്ത് ഇറങ്ങിയ സിനിമയുടെ ചെറിയ സമയം ഉണ്ടാവാം. ഉടനെ ഇത് ആ സിനിമയായിട്ട് സാമ്യമുണ്ട്, ഇത് അങ്ങനെ ഒരു സിനിമയാണ്, പിന്നെ സിനിമയുടെ അഡാപ്ഷൻ ആണ് ഇത്, അങ്ങനെ പറഞ്ഞിട്ട് അത് എന്താ പറയാ ഒരു സിനിമയുടെ അതേ കോപ്പി ആണെന്നുള്ള ലെവലിൽ പോലും സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. അന്വേഷിച്ച് കണ്ടെത്തുന്ന സിനിമ അങ്ങനെ ഒന്നിന്റെയും കോപ്പിയല്ല. ഇത് ചിലപ്പോൾ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള കേസുകൾ കോപ്പി അടിച്ചു തോന്നുമായിരിക്കും. പക്ഷെ മറ്റൊരു സിനിമയെ കോപ്പി അടിച്ചായിട്ട് തോന്നില്ല, ഉറപ്പായിട്ട് തോന്നില്ല. പുള്ളിക്ക് ഒരു കസേരയിട്ട് ഇവിടെ ഒന്നും തോന്നുന്നു. ഓരോ കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴും എപ്പോഴും ഒന്നിനോടൊന്നും സമയം തോന്നാത്ത രീതിയിൽ, അല്ലെങ്കിൽ എന്റെ കഥാപാത്രം ചെയ്യുമ്പോൾ പ്രേക്ഷകർ ഇങ്ങനെ ഒരിക്കലും കണക്റ്റഡ് ആവരുത് എന്ന് ശ്രമിക്കുക. ഒരു ആക്ടർ അവരോട് ഷേപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ടോവിനോ എന്നൊരു ആക്ടർ ഇനിയും വരാൻ പോകുന്ന ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമകളുണ്ട്. എങ്ങനെയാണ് പ്രേക്ഷകരെ തൃപ്തിപ്പെടുന്നത്? ഞാൻ എല്ലാത്തിലും ഈ പറഞ്ഞതുപോലെ ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ശ്രമിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുക, നിങ്ങളെയൊക്കെ എന്റർടൈൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പ്രധാന ഉദ്ദേശം. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ ക്വസ്റ്റ്യൻ അറിഞ്ഞാണ്, അതിപ്പോൾ 1980s ഒരു പീരീഡ് ആണല്ലോ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റീക്രിയേഷൻ എങ്ങനെയായിരുന്നു? അതായത് ഇപ്പോൾ അവിടുത്തെ ആൾക്കാർ ആ ഒരു ടൈം പീരീഡിൽ ഈവൻ അവരുടെ നമ്മുടെ ഒരു വാക്കിംഗ് സ്റ്റൈലിൽ വരെ വ്യത്യാസമുണ്ട്, ഇപ്പോഴത്തതും അപ്പോഴത്തതും. അങ്ങനെ ഓരോ ഇപ്പം ടെക്നോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതും ഭയങ്കരമായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ റീക്രിയേഷൻ എത്രത്തോളം ഒരു ചലഞ്ച് ആയിരുന്നു അത് ആസ് ആക്ടർ ആൻഡ് ഓൾസോ ആ സെറ്റ് റീക്രിയേഷൻ, ഇത് എങ്ങനെയായിരുന്നു? ഈ 80s ഉം 90s ആണ് നമ്മൾ ഇതിനകത്ത് അഡ്രസ് ചെയ്യുന്ന കാലഘട്ടങ്ങൾ. അപ്പം അതിൽ നമ്മൾ ചെറിയ പ്രായമായതുകൊണ്ട് നമുക്ക് ഓർമ്മകളൊന്നും അങ്ങനെ നമ്മുടെ ഓർമ്മയിലൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള സിനിമകൾ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ റെഫറൻസുകൾ. അപ്പം ആ കാലഘട്ടമായിട്ട് മാക്സിമം നമ്മൾ ആ കാലഘട്ടത്തിനെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളും 80s 90s സിനിമകളാണ് നമ്മൾ അതിൻ്റെ കൂടുതൽ റെഫറൻസ്. ആസ് എൻ ആക്ടർ അതെങ്ങനെയായിരുന്നു ആ ഒരു ടൈം പീരീഡിൽ നമ്മളുടെ ആക്ടിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഇപ്പോൾ ഈവൻ മാനേഴ്സും നമ്മൾ വർക്ക് ചെയ്യുന്നു, നമ്മൾ സംസാരിക്കുന്നതൊക്കെ ഈ ലാംഗ്വേജിന് വരെ ഒരു ഫിൽറ്ററിങ് വന്നിട്ടുണ്ടല്ലോ ഇപ്പൊ ഇങ്ങോട്ട്. അപ്പോൾ അതെങ്ങനെയായിരുന്നു നമുക്ക്? അതും നമ്മൾ ഓരോ ഷോട്ടിന് മുമ്പ് ഓരോ സീനിന് മുമ്പ് നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഈ ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറൊരു കാലഘട്ടത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റാത്ത ചില മാനേഴ്സുകളുണ്ട്, പുതിയ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെതായുള്ള മാനേഴ്സുകൾ. പിന്നെ ലുക്കിനാണെങ്കിലും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ മൊബൈൽ ഫോണില്ലാത്ത അങ്ങനത്തെ ടെക്നോളജികളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായത് കാരണം കൊണ്ട് അതിലെ ആ ഒരു പഴമ ചിലപ്പോൾ ഇപ്പോൾ ഒരു പുതുമയായിട്ട് തോന്നുമായിരിക്കും. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണെന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഈ ടോവിനോട് മടിയിൽ ടോവിൻ അങ്ങനെ കിടക്കുന്ന വീഡിയോ ഒക്കെ വന്നു. ശരിക്കും നിങ്ങളുടെ കെമിസ്ട്രി എങ്ങനെയാണ്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളങ്ങനെ ഷൂട്ട് കഴിഞ്ഞാൽ നൈറ്റപ്പൊക്കെ ചെയ്ത സമയത്ത് ഞാനിങ്ങനെ മാത്രമേ മടിയിൽ കിടന്നു. അങ്ങനെ ആദ്യമൊന്നും കിട്ടിയില്ല, ആരും എൻ്റെ മടിയിൽ കിടക്കുന്നു. സന്തോഷമായി. അത് ആരും എടുത്ത ഫോട്ടോ ഞാനെൻ്റെ തന്നെയായിരുന്നു, ആരും എടുത്ത. അത് വളരെ സന്തോഷം. അത് ഞാൻ എൻ്റെ കിട്ടി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മുന്നോട്ട് പോട്ടെ, ആഗ്രഹിക്കുന്നു.
ഇഷ്ടമാണ് എന്തോ ഞങ്ങളെല്ലാവരും ഒരു കുടുംബം പോലെ ക്രിക്കറ്റ് കളിച്ചു, ഒരുമിച്ച് എല്ലാവരും കൂടെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു, ഒരുമിച്ച് ഹാപ്പി ആയിട്ട് ഷൂട്ട് ചെയ്തു. ഈ സിനിമയുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ സിനിമയുടെ നാളത്തെ വരട്ടിട്ട് എന്തോ ആയിക്കോട്ടെ, ഈ സിനിമ ചെയ്തത് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഷൂട്ടിങ്ങിന്റെ സമയത്ത് പുതിയ നല്ല സുഹൃത്തുക്കളെ കിട്ടുകയും ഒരുപാട് നല്ല സമയങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മൾ ട്രഷർ ചെയ്യുന്നത്. നമ്മൾ ഇതിന്റെ വേർഡിറ്റിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല ഞങ്ങളുടെയൊക്കെ സൗഹൃദങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അത് ഒരിക്കലും ഇനി മുന്നോട്ടുള്ള സൗഹൃദങ്ങളിലേക്ക് പോകുമ്പോൾ ഈ സിനിമയുടെ ഒരു സിനിമയുടെ പ്രൊജക്റ്റ് അനുസരിച്ചിട്ടല്ല സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുള്ളത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. റീസെന്റ് ടോക്കിനോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം ഒരു പടവും ഒന്നും നോക്കിയിട്ടല്ല, ഇഷ്ടം നോക്കിയാണ് സിനിമ ചെയ്യുന്നത്, വേറെ ഒന്നും നോക്കിയിട്ടല്ല. ഇപ്പൊ പണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് റിക്വസ്റ്റ് ചെയ്തൊക്കെയാണ് സിനിമയിലേക്ക് എത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അപ്പം അന്ന് ഹെൽപ്പ് ചെയ്തിരുന്നവര് ഇപ്പൊ ഒരു സിനിമയായിട്ട് വരുമ്പം അത് ടോവിനോയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതപ്പോ എങ്ങനെയാണ്? ഹൗ ഡു യു സേ നോ? നമ്മൾക്ക് എല്ലാവർക്കും കുറേ സൗഹൃദങ്ങളുണ്ട്. അത് കാരണം കൊണ്ട് നമ്മൾ പല സിനിമകളും ചെയ്യാതിരിക്കാം. പക്ഷെ അതൊന്നും പ്രേക്ഷകൻ അറിയേണ്ട കാര്യമില്ല. പ്രേക്ഷകന് സിനിമ നന്നാവുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നല്ലൊരു സിനിമ ചെയ്യാനുള്ള അവസരം ഉണ്ടെങ്കിൽ അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാത്ത ആളാണ് ഞാൻ. എന്നാൽ എനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെടാത്തൊരു സിനിമയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു നമുക്കിത് ചെയ്തു നോക്കാം എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഞാൻ പ്രേക്ഷകരോടും എൻ്റെ സുഹൃത്തിനോടും ചെയ്യുന്ന ഒരു ചതിയല്ലേ, നീതികേടല്ലേ. നമുക്ക് എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചു അല്ലെങ്കിൽ ഇത് ഇത്ര കളക്ഷൻ വരും, ഇത് ഇത്ര സെൻറ്ററിൽ ഓടും, ഇത് ഒന്നും നമുക്കറിയില്ല. നമുക്ക് അങ്ങനെയൊന്നും നമ്മളുടെ കഥ പറയാൻ വരുന്നവരോട് നിങ്ങൾ ഒരിക്കലും അതൊന്നും എടുത്ത് കാണിക്കും എന്നിട്ട് ഞാൻ ഒന്ന് അഭിനയിക്കും എന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മളുടെ പേഴ്സണൽ ബന്ധങ്ങളെക്കാൾ ആ സിനിമ നന്നാവുക, കാര്യം പേഴ്സണൽ ബന്ധം ചിലപ്പോൾ രണ്ടുപേരും മാത്രം തമ്മിലായിരിക്കും. പക്ഷെ ആ സിനിമയിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നതാണ്. നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക ആ സിനിമയിൽ എല്ലാവർക്കും കൂടെ കിട്ടുന്ന ഒരു സിനിമയാണോ എന്നുള്ളതാണ്. ആർക്കെങ്കിലും അത് പ്രൊഡ്യൂസർ ഉൾപ്പെടാം. അപ്പോൾ ഞാനൊരു സൗഹൃദത്തിൻ്റെ പുറത്തൊരു മോശം സിനിമ ചെയ്തൊരു പ്രൊഡ്യൂസർക്ക് നഷ്ടം ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ പ്രിൻസിപ്പിൾസിനെതിരായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും കുറേയൊക്കെ ഷുഗർ കോട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് സത്യസന്ധമായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്യാറുള്ളത്. ആ ക്യാമറയുടെ ബാക്കിലിരിക്കുന്നവരാണ് കാണാറുണ്ട്. ഇനി ശബ്ദം വെച്ച് പിടിച്ചോളാം. ട്രെയിലർ സമയത്ത് പറയുന്നത് ഇപ്പോഴും പറയുന്നത് സിനിമ എക്സ്പെക്ടേഷനോടെ അല്ലെങ്കിൽ ഓവർ എക്സ്പെക്ട് ചെയ്ത് ഒരിക്കലും കാണാൻ വരണ്ട, ഒരു ബ്ലാക്ക് ഒന്ന് കണ്ടാൽ മതി. ഈ ഓവർ എക്സ്പെക്ടേഷൻസ് അങ്ങനെ ഹൈപ്പ് കൊടുത്തു നിങ്ങൾക്ക് ഓവർ ചെയ്തോളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. ഓവർ ഹൈപ്പ് വരുന്ന ചിത്രങ്ങളൊന്നും അത്രയും അത് എപ്പോഴാണ് അത് ഓവർ ഹൈപ്പ് ആവുന്നത്? അത് ഹൈപ്പ് എങ്ങനെയാണ് ഓവർ ഹൈപ്പ് ആവുന്നത്? എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് ഓവർ എക്സ്പെക്ടേഷൻ ആവുന്നത്? നമ്മള് മുന്നോട്ട് നിങ്ങൾക്ക് ഇതിന്റെ കണ്ടന്റുകൾ തന്നിട്ടുണ്ടല്ലോ, അത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു സിനിമ ഉണ്ടാക്കിയിട്ട് അതേ സിനിമ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അത് ഓവർ ഹൈപ്പോ ഓവർ എക്സ്പെക്ടേഷനോ ആവുന്നത്. അങ്ങനെയൊന്നും അല്ലാതെ ഈ ഒരു സിനിമ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം എന്ന് തുറന്ന മനസ്സോടെ വന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും ഇതിനെ പറയുന്നത്. ഒരു മലയാള സിനിമയിലെ ഒരു പ്രൊഡ്യൂസർ കഴിഞ്ഞിടെ പറയുണ്ടായി, അതായത് ഇപ്പം മലയാള സിനിമകളെക്കാളും മറ്റ് അന്യഭാഷ സിനിമകൾ തിയേറ്ററിൽ എണ്ണം കൂടുന്നുണ്ട്. മലയാള സിനിമയ്ക്ക് ഇവിടെ ഒരു വാല്യൂ കുറഞ്ഞുകൊണ്ടായിരുന്നു. കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം. പക്ഷെ എങ്കിൽ കൂടി മറ്റ് അന്യഭാഷ ചിത്രങ്ങളിൽ ഇവിടെ പ്രാധാന്യം കൂടുമ്പോൾ മലയാളത്തിന് ഇവിടെ പ്രാധാന്യം കുറയണം. ആസ് ആൻ ആക്ടർ എല്ലാ ലാംഗ്വേജിലും അഭിനയിക്കുന്ന നല്ലൊരു ആക്ടറാണ്. എന്താണ് താങ്കളുടെ അഭിപ്രായം? ആസ് എൻ ഓഡിയൻസ് നിങ്ങളുടെ അഭിപ്രായം എനിക്ക് മറുപടി പറയാൻ പറ്റും. ആസ് ആൻ ഓഡിയൻസ് മലയാള സിനിമ ഇച്ചിലൂടെ മറ്റു ഭാഷകൾ അംഗീകരിക്കപ്പെടുന്ന പോലെ തന്നെ മലയാള സിനിമകളും ഇച്ചിലൂടെ അംഗീകരിക്കപ്പെടണമെന്ന് ചോദിച്ചത്. അംഗീകരിക്കപ്പെടണം എന്നല്ലേ പറഞ്ഞത്? ആരാണ് അംഗീകരിക്കുന്നത്? അല്ല, ഇച്ചിലൂടെ തിയേറ്ററുകളിലായാലും ഇപ്പം ഒരു സിനിമ ഓടുന്ന ഒരാഴ്ച, 2 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച ഓടിക്കൊടുത്ത തിയേറ്ററുണ്ട്. ഒരു മറ്റ് ഒരു തെലുങ്കോ അല്ലെങ്കിൽ കന്നഡയോ ഒരു സിനിമ ആകുവാണെങ്കിൽ നല്ല സിനിമ ആയിരിക്കാം. പക്ഷെ അത് ഇച്ചിലൂടെ തിയേറ്റർ എണ്ണം കൂടുന്ന ആളുകൾ അതിലായി കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പുറത്തൊരു മലയാള പടമാണെങ്കിൽ അത് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത്? അത് ഞങ്ങൾ ഞങ്ങളുടെ സിനിമകൾ പരമാവധി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. അത് എല്ലാ സിനിമയും ഒരുപോലെ നന്നാവും എന്നൊന്നും ഉറപ്പ് ഞാൻ പറയുന്നില്ല. പക്ഷെ എല്ലാ സിനിമയുടെ പിന്നിലും അതേ എഫേർട്ടുണ്ട്. ഇവിടെ വിജയിക്കുന്ന സിനിമകളുടെയും പരാജയപ്പെടുന്ന സിനിമകളുടെയും ഒക്കെ പിന്നിൽ അതേ എഫേർട്ടുണ്ട്. ഒരാളെയും ദ്രോഹിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വേണ്ടിയിട്ടല്ല ഞങ്ങൾ സിനിമ ചെയ്യുന്നത്. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കയ്യിലിരിക്കുന്ന കാശും കൊടുത്ത് നമ്മൾ ഇത്രയും പണിയെടുത്തൊരു സിനിമ ചെയ്യുന്നത് സിനിമ നന്നാവണം എന്നാഗ്രഹിച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞങ്ങളുടെ കഴിവിൽ പരമാവധി ചെയ്യുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയും. പരമാവധി പ്രൊമോഷൻ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നിയാലല്ലേ നിങ്ങൾ തിയേറ്ററിൽ കാണാൻ വരാൻ പറ്റുള്ളൂ.
വരുള്ളൂ. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ സിനിമയിൽ ഉള്ളതല്ലേ നിങ്ങളെ കാണിച്ച് ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ട് നിങ്ങൾ വന്ന് കാണുക. തിയേറ്റർ നിറഞ്ഞ സദസ്സിൽ സിനിമ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ മാറ്റി വേറെ സിനിമ ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല സിനിമയാണെങ്കിൽ അതിനെ മാക്സിമം പ്രോത്സാഹിപ്പിക്കുക, മോശം സിനിമയാണെങ്കിൽ നിങ്ങൾ കാണേണ്ട പ്രോത്സാഹിപ്പിക്കേണ്ട. അതിൽ പരം നമുക്കിതിന് എന്താണ് മുന്നോട്ട് ചെയ്യാൻ പറ്റുക? മറ്റ് ഇൻഡസ്ട്രികളൊക്കെ ചിലപ്പോൾ ഒരുപാട് പണം മുടക്കി നമ്മളുടെയൊക്കെ എത്രയോ അധികം ബഡ്ജറ്റുള്ള സിനിമകളായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെക്കാളും കൂടുതൽ പ്രൊമോഷന് ചെലവിടാൻ പറ്റുന്ന പ്രൊഡക്ഷൻ കമ്പനീസ് ആയിരിക്കാം അതിൻ്റെ പിറകിൽ. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിക്കുക, കേരളത്തിൽ നമ്മളുടെ ഒരു സിനിമാ കൾച്ചർ ഭയങ്കര അടിപൊളിയാണ്. നമ്മൾ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഇംഗ്ലീഷ്, അതുപോലെ ഏത് ഭാഷയിലെ സിനിമകൾ ഇറങ്ങി കഴിഞ്ഞാലും നല്ല സിനിമയാണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി തന്നെ കാണുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ കോമ്പറ്റീഷൻ അതനുസരിച്ച് ഭയങ്കര കൂടുതലാണ്. മറ്റു പല നാടുകളിലും അവരുടെ റീജിയണൽ ലാംഗ്വേജ് സിനിമയ്ക്ക് ഇത്ര കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും 1000 കോടിയുടെ പടമായിട്ടോ 500 കോടിയുടെ പടമായിട്ടോ അതിനുള്ള ബഡ്ജറ്റൊന്നും നമ്മൾക്കില്ല. നമുക്ക് അതിനുള്ള ഭാഗമുള്ളതല്ല. നമുക്ക് നമ്മുടെ കഴിവിൻ്റെ പരമാവധി വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ശ്രമിക്കുന്നുണ്ട്. ഇതിനേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മലയാള സിനിമ വരിക തന്നെ ചെയ്യും. ഇപ്പോഴും മലയാള സിനിമയുടെ അങ്ങനെ കണ്ടന്റ് ബേസ്ഡ് സിനിമകൾ കുറവാണെന്നോ മലയാള സിനിമയ്ക്ക് എല്ലാത്തിനും ക്വാളിറ്റി ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. മലയാള സിനിമകളെല്ലാം നല്ല എഫേർട്ട് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളവർ ഒരു ദിവസം 10 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ 15-20 മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ അത്രയും എഫേർട്ട് എടുത്താലേ നമുക്ക് ഇവരൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ഭാഗത്ത് ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഈ സിനിമയാണെങ്കിലും ഈ മാസം വരുന്ന സിനിമകളെ പറ്റി നിങ്ങൾക്ക് നല്ല പ്രതീക്ഷകളില്ല. സിനിമകൾ നല്ലതാണെങ്കിൽ അത് കൈവിടാതിരിക്കുക. നല്ല കണ്ടന്റുള്ള നല്ല സിനിമകൾ അത് വലുതാണോ ചെറുതാണോ എന്നുള്ളത് ചിന്തിക്കാതെ അതിനെ എന്താ പറയുക ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ എത്ര സിനിമകളാണ് ഈ മാസം വരുന്നത്? ഇപ്പം തന്നെ ഞാൻ കണ്ടോളും മഞ്ഞുകൾ ബോയ്സുണ്ട്. ഞാൻ ഭയങ്കര പ്രതീക്ഷ പ്രതീക്ഷിക്കുന്ന സിനിമ. എനിക്ക് അതിൻ്റെ കഥ അറിയാം. ഷൂട്ടിംഗ് ലൊക്കേഷൻ ഞാൻ പോയിട്ടുണ്ട്. ഞാനത് എന്തായാലും തിയേറ്ററിൽ തന്നെ കാണാൻ പോകുന്ന സിനിമയായിരിക്കും. അതേപോലെ ബ്രഹ്മയോഗം എന്ന് പറയുന്ന സിനിമ ഇതേപോലെ തന്നെ ഞാൻ കാത്തിരിക്കുന്ന സിനിമയാണ്. അല്ലെങ്കിൽ നമ്മുടെ തൂക്ക് എന്ന് പറയുന്ന സിനിമ ബിജുവേട്ടൻ്റെ പടം, അതിൻ്റെ ഡയറക്ടർ തല്ലുമാലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സിനിമാറ്റോഗ്രാഫറും അതിൻ്റെ പ്രൊഡ്യൂസറും ഒക്കെ എൻ്റെ വളരെ സുഹൃത്തുക്കളാണ്. ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഈ മാസം വരുന്ന സിനിമകളെല്ലാം ഇതിനൊക്കെ നിങ്ങൾക്ക് വർക്കാവുന്ന സിനിമകളുണ്ടെങ്കിൽ അതിനൊന്ന് പ്രോത്സാഹിപ്പിക്കും. ഞങ്ങൾക്കത് ഭയങ്കര സഹായമായിരിക്കും. അതല്ലാതെ ഞങ്ങൾ ഉഴപ്പിയിട്ടോ വേണ്ടെന്ന് വെച്ചിട്ടോ ഒരിക്കലും ഒരു സിനിമ മോശമാവാറില്ല. ആർക്കും മുൻകൂട്ടി കാണാൻ പറ്റില്ല ഒന്നും. എല്ലാം ഒരു ശ്രമമല്ലേ. ആ ശ്രമം വിജയിച്ചാൽ അടിപൊളി, പരാജയപ്പെട്ടാൽ എടുത്ത പരിപാടിയായിട്ട് വീണ്ടും വരണം. ഇപ്പൊ അത് പറഞ്ഞപ്പോഴാ ഇപ്പൊ ചില സിനിമകള് ശ്രദ്ധിക്കപ്പെടുക, പക്ഷെ എന്നാലും അവർ നടന്റെ പ്രകടനം ഭയങ്കര അടിപൊളിയായിരുന്നു പറയാം. ഇപ്പൊ ആക്ടർ ഭയങ്കര സൂപ്പറായി, പക്ഷെ സിനിമ അത്ര ടോട്ടാലി നോക്കുമ്പോൾ വലിയ രസമില്ലാന്ന് പറയാം. അപ്പൊ ശരിക്കും ടോമിക്ക് അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്ങനെയാ ടോമിയത്? അതുപോലെ പരാജയമാണ്. സിനിമ നന്നാവുക, സിനിമയുടെ കൂടെ നമ്മൾ നന്നാവുക എന്നുള്ളതല്ലാതെ എങ്ങനെ വന്നാലും ഒരു പരാജയമാണ്. സിനിമ ഭയങ്കര നന്നായിട്ട് പെർഫോമൻസ് ഒരു മോശമായാലും അതൊരു പരാജയമാണ്. പക്ഷെ ഇതൊന്നും എന്നാൽ ഒരു മോശം സിനിമയിൽ നല്ല ക്യാരക്ടർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടോ ഒരു നല്ല സിനിമയിൽ ഒരു മോശം ക്യാരക്ടർ ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ടോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾക്ക് ചെയ്യുന്ന പോലെ രാവിലെ കുളിച്ച് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പണിയെടുക്കാൻ ഇറങ്ങുകയാണ്. അതിനെടുക്കുന്ന പണികൾ നിങ്ങളുടെ ജോലിയേക്കാൾ കുറച്ച് കൂടുതൽ ഞങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജോലി നിങ്ങളെല്ലാവരും കൂടെ വിധി എഴുതുകയാണ്. അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ റെസ്പോൺസ് പറഞ്ഞാലേ ഞങ്ങളുടെ ജോലി ഞങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ടോ മോശമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നല്ല ഒരു പരീക്ഷ ചെയ്തിട്ട് പേപ്പർ ഇട്ടാൻ കാത്തിരിക്കുന്ന പോലെയാണ് നമ്മൾ എല്ലാ പടത്തിലും കാത്തിരിക്കുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു പോലീസ് കഥാപാത്രം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഞാൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഇപ്പം ഓരോ മൂവീസിനും ഓരോ എക്സ്പെക്ടേഷൻസ് ആണ് ഭയങ്കര. അതായത് നമ്മളെ എക്സ്പെക്ടേഷൻസ് സ്കൈ ഹൈ ആണ് ഒരു മൂവി. ബട്ട് ഒരു മൂവി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഡയറക്ടേഴ്സ് മെസ്സേജ് ആണ്. ഡയറക്ടർ എങ്ങനെയാണ് ആ പടം ഓഡിയൻസ് എങ്ങനെ എടുക്കണം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാവുമല്ലോ. ഇത് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളത്. അപ്പോൾ അവരുടെ അന്വേഷിപ്പിക്കും കണ്ടെത്തും ചെയ്തപ്പോൾ എന്താണ് ആ ഒരു നമ്മൾ വെക്കേണ്ട ഒരു ലിമിറ്റ് എന്താണ്, നമ്മൾ എങ്ങനെയാണ് ഇത് എൻജോയ് ചെയ്യേണ്ടത്, ഒരു ഡയറക്ടേഴ്സ് വേർഡ്സിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഒരു ലിമിറ്റും ഇല്ലാതെ തിയേറ്ററിൽ വന്ന് വളരെ കൂളായിട്ട് വന്ന അവർക്ക് ഒരു ലിമിറ്റും ഇല്ലാതെ അവർ ഭയങ്കര എൻജോയ് ചെയ്ത് നോക്കുന്ന സിനിമയായിരിക്കും. അല്ലെങ്കിൽ ഇതിനെ തോന്നുന്നു അല്ലെങ്കിൽ ഒരു ഇങ്ങനെ അങ്ങനെ എല്ലാ ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. കാരണം ഇതിനകത്ത് ഇമോഷൻസ് ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ്റെ ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ആൾക്കാർക്ക് ഒരു എക്സ്പെക്ടേഷൻസും ഒരു ലിമിറ്റേഷൻസും ഇല്ലാതെ വന്ന് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ഞാൻ വിശ്വസിക്കുന്നത്. ഡയറക്ടർ അടുത്താണ്.
ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ ഒരു കാര്യമാണ്. കാരണം ഇതൊരു നടന്ന ക്രൈമിനല്ല, നടന്ന് കുറേ നാളുകൾക്ക് ശേഷം പ്രീ ഓപ്പൺ ചെയ്യുന്ന അല്ലെങ്കിൽ അത് അന്വേഷിക്കുന്ന ഒരു ക്രൈം റിലേറ്റ് ചെയ്ത് ഒരു കഥയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം അത് കണ്ടപ്പോൾ തോന്നിയതാണ്. അപ്പം ഒരു ക്രൈം ചെയ്തിട്ട് അത് ഫോളോ അപ്പ് ചെയ്തതിനേക്കാളും പാടാണ് ഒരു എപ്പോഴോ നടന്നൊരു ക്രൈം അത് പിന്നീട് അത് ഫോളോ അപ്പ് ചെയ്ത് ചെയ്യാന്നുള്ളത്. ഇങ്ങനെ ഒരു തോട്ടിലേക്ക് എന്താണ് വരാൻ കാരണം? ഇത് ശരിക്കും എന്റെ തോട്ടല്ല, നിസാമിന്റെ തോട്ടാണ്. ഇത് അങ്ങനെ ഒരു കുറെ നാളുകൾക്ക് മുമ്പ് നടന്നൊരു ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാളൊക്കെ ഉപരി ഒരു പോലീസ് ഓഫീസർ, ഒരു SI അയാളുടെ സർവീസ് കീഴിൽ അന്വേഷിക്കുന്ന ഒരു മർഡർ കേസാണ്. ഇത് അയാൾ അന്വേഷിക്കുന്ന കേസുകളിൽ പെടുന്ന ഒരു കേസ് മാത്രമാണ്. അല്ലാതെ ഇത് റൈറ്റിംഗ് ടൈമിലാണ് അതിന്റെ ഒരു അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് വരുമ്പോൾ ആ ഇൻവെസ്റ്റിഗേഷൻ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നമ്മൾ അതാണ് ഫോളോ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. സ്ഥിരം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് പോലീസ് കഥാപാത്രമായിട്ട് അന്വേഷിക്കുന്ന ഇടത്തിൽ ട്രെയിലർ കംപ്ലീറ്റ് ചെയ്തു. ശരി, അതാണോ ഈ കഥ കമ്മിറ്റ് ചെയ്യാനുള്ള റീസൺ? അല്ല, ബേസിക്കലി ഇതിന്റെ കഥ കേട്ടപ്പോൾ നല്ല കഥയാണെന്ന് തോന്നി, അതുകൊണ്ടാണ് കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. ഒരു മാസ് മസാല അല്ലെങ്കിൽ ഒരു ആക്ഷൻ അങ്ങനെയൊന്നുമില്ല, ഒരു പക്ക ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ ഓരോ സിനിമയ്ക്ക് ഓരോ പർപ്പസ് ഉണ്ടല്ലോ. ഇത് ഇങ്ങനൊരു സിനിമയാണ്. അത് വെച്ച് മാസ് മസാല സിനിമകൾ മോശമാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. അങ്ങനത്തെ സിനിമകൾ നല്ല കഥയായിട്ടാണെങ്കിലും ചെയ്യുന്നതിൽ സന്തോഷമുള്ളൂ. ഈ സിനിമ കുറച്ചും കൂടെ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഇമോഷണൽ ജേർണിയും കൂടെ ഇതിന്റെ കൂടെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് നോക്കാൻ ഭയങ്കര രസമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കിഷ്ടമുള്ള ഒരു തരം സിനിമയാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, ഒരുപാട് പേർക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ഇത് സാറ്റിസ്ഫൈ ചെയ്യും എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്തത്. നോർമലി ഇങ്ങനെ ഒരു ക്രൈം സീരീസ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് റിസർച്ച് ഉണ്ടാവും. ഈ സിനിമയ്ക്ക് വേണ്ടി എത്രത്തോളം അല്ല, ഇങ്ങനൊരു ഈ ജോണറിൽ ഒരു സിനിമ ചെയ്യണം അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ടൊരു സിനിമ ചെയ്യണമെന്നുള്ള എൻ്റെ തോട്ടിന് ഏകദേശം എൻ്റെ ഒരു ചിന്തയ്ക്ക് ഒരു 10 വർഷത്തെ പഴക്കമുണ്ട്. 2014 ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സിനിമ ഉണ്ടാവണം. ഈ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമ്മൾ പഴയ കാലഘട്ടത്തിലെ ഇൻവെസ്റ്റിഗേഷനും പോലീസുകാരുടെ രീതികളും അവരുടെ കുറ്റാന്വേഷണ മെത്തേഡുകളും ഒക്കെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കഥ ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായത് 2014. ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാ ആളുകളോടും അത് പലപ്പോഴായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനൊരു കാര്യം ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അത് പക്ഷെ എനിക്കറിയില്ല എങ്ങനെ എത്തും എന്നുള്ളത്. അത് ആലോചിക്കുമ്പോൾ തന്നെ എങ്ങനെ നമ്മൾ കണ്ടുവരുന്ന യൂഷ്വൽ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളിൽ നിന്നും ഇതിനെ വ്യത്യാസപ്പെടുത്താമെന്നുള്ള ഒരു ആലോചനയും അതിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ 2020 ഞാനിതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതുന്നത്. ലോക്ക്ഡൗൺ സമയത്താണ് സ്ക്രീൻ പ്ലേ എഴുതുന്നത്. അപ്പോൾ ഈ ഒരു 6 വർഷത്തെ കാലം എനിക്ക് എൻ്റെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയ ശേഷമാണ് ഞാൻ റൈറ്റിംഗ് ആരംഭിച്ചത്. അപ്പം അതിൻ്റെ ഒരു ന്യൂനസ് ഇതിനുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുമ്പ് ചെയ്തിട്ടുള്ള പോലീസ് കഥാപാത്രങ്ങൾ അപ്പോൾ കൽക്കിന് ഭയങ്കര ഓവർ ദി ടോപ്പ് ആയിട്ടുള്ള ഒരു പോലീസാണ്. ഇപ്പൊ എസ്രയിലാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് കണ്ടിട്ടുള്ള ഒരു ഐഡിയൽ പോലീസാണ്. ഇതിലേക്ക് നമ്മൾ അതിന് ഇമോഷണൽ ജേർണിനെ പറ്റി പറഞ്ഞു. അതിനു വേണ്ടി എങ്ങനെയാണ് അതിന്റെ ഒരു ഫുഡ് പ്രോസസ്? അത് ഇതിനു വേണ്ടിയിട്ട് നമ്മള് ഡിസ്കഷൻസ് കുറേ ഉണ്ടായിരുന്നു. ഈ കഥാപാത്രത്തെ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുക ഈ കഥാപാത്രത്തിന്റെ സൃഷ്ടാക്കളോട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ജിനുചേട്ടനായിട്ടും ഡയറക്ടറുമായിട്ടും ഞങ്ങൾ കുറേ ഡിസ്കഷനിൽ ഇരുന്നതാണ്. അങ്ങനെ ഇത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും വീണ്ടും ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുമായിരുന്നു. കമ്മിറ്റ് ചെയ്തിട്ട് ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് വരെ നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്യാരക്ടർ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് നല്ല വ്യക്തമായിട്ടുള്ള ധാരണ ഇവരിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്നു. കാര്യം ഇത്രയും വർഷം എന്നെക്കാൾ കൂടുതൽ പക്ഷേ ഷൂട്ടിങ്ങിന് മുമ്പ് ഇവരായിരുന്നിട്ടുണ്ടാവാം ഈ ക്യാരക്ടറിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവുക. ഷൂട്ടിംഗ് തുടങ്ങിയതിനു ശേഷം ഇവർ തന്ന ആ ഇൻഫർമേഷൻസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഞാനും കുറെ ചിന്തിച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ ശാരീരികമായിട്ട് അങ്ങനെയൊന്നും അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും ചെയ്യേണ്ട അങ്ങനെ ഒരു സിനിമയല്ല ഇത്.